ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഇൽമിനെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒതുക്കുങ്ങൽ ഇഹ്യാഉ സുന്നയിലെ മുദർരിസും സുലൈമാൻ ഉസ്താദിന്റെ മകനുമായ ഒരു അഹ്സനി, അദ്ദേഹം വിറാസത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പാലക്കാട് ഹസനിയയിൽ മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിനെതിരാണ് ആ പ്രസംഗം. നിങ്ങളുടെ അധ്യാപകനല്ലേ എന്ന് ചോദിക്കണ്ട, അതിന്റെ മറുപടി നേരത്തെ ഇമാം സുബ്കി പറഞ്ഞിട്ടുണ്ട്. വഹുവ മുഅല്ലിമുന വഉസ്താദുന ഗൈറ അന്നൽ ഹഖ് അഹഖു അൻ യുത്തബഅ. അർത്ഥം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിച്ചാൽ മതി. എന്താണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്? അല്ലാഹുവിൽ അമ്പിയാക്കന്മാരാണ്, അല്ലാത്തവരൊക്കെ പഠിച്ച് അധ്വാനിച്ച് ഉണ്ടാക്കിയതെന്ന് വേണം, അല്ലാതെ ഇൽമു കിട്ടൂല. ഭൂമിയായ മശായിഖന്മാര് മുഴുവൻ തള്ളിക്കളഞ്ഞ് എങ്ങോട്ടായി പോക്ക്? അദ്ദേഹം പറയുന്നത് അവകാശപ്പെടുന്നവർ എതിർക്കുക, പഠനത്തെ കിതാബോതുന്നതിനെ എതിർക്കും. ഞാൻ റഈസുൽ ഉലമ പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ കാണാൻ വേണ്ടി റഈസുൽ ഉലമ പോകുമ്പോൾ എടപ്പാളിൽ ബസ്സിറങ്ങിയപ്പോൾ അവിടെ ഒരു പച്ച ധരിച്ച ആളെ കണ്ടു. അയാൾ എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ച് അപ്പൊ ദർശനാണെന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താ പറഞ്ഞേ? 1,24,000 അമ്പിയാക്കന്മാർക്ക് ഓതി പഠിക്കാതെ അറിവ് കൊടുത്ത അല്ലാഹു തആലയല്ലേ ഇന്നുള്ളത്. എന്തിനാ ഓതി പഠിക്കണം, എന്തിനാ ഓതി കൊടുക്കണം? ആ അല്ലാഹു തആല അറിവ് തരും. ഇത് പിശാചിന്റെ നല്ലൊരു വാദമാണ്. റഈസുൽ ഉലമ മറുപടി പറഞ്ഞു, 1,24,000 നബിമാർക്കല്ലേ അല്ലാഹു തആല പഠിക്കാതെ കൊടുത്തിട്ടുള്ളൂ. അവരുടെ അനുയായികളും ബാക്കിയുള്ളവർക്ക് മുഴുവൻ അനുയായികൾക്ക് അവര് പഠിപ്പിക്കുന്നു, ബാക്കിയുള്ളവർക്കൊക്കെ പഠിപ്പിക്കുന്നു. പഠിപ്പിച്ചിട്ടല്ലേ പഠിയുന്നത്. എല്ലാവർക്കും അല്ലാഹു തആല വഹി കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ അയാൾ മിണ്ടിയില്ല. സംഭവം ബയാൻ ചെയ്യേണ്ടതും വിശദീകരിക്കേണ്ടതുണ്ട്. അതിലേക്കല്ല ഞാൻ പോകുന്നു. ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. എന്താണ് ആ തെറ്റിദ്ധാരണ? 1,00,000 വരുന്ന അമ്പിയാക്കന്മാർക്ക് അല്ലാഹു തആല പഠിക്കാനേ ഇൽമു കൊടുത്തു. അത് അമ്പിയാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് അത് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് പിശാചിന്റെ വാദമാണ് എന്നതിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ ശ്രമമാണ് ഇവിടെ നടത്തിയത്. അത് കഴിഞ്ഞ് കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹു വലിയ മുദർരിസാണ്, ധാരാളം ദർസ് നടത്തിയാണ്. അവരടുത്ത് ചെന്നപ്പോൾ അവര് ഈ വിഷയം പറയാതെ ഇങ്ങോട്ട് പ്രതികരിച്ച് എന്ത് ഓതി പഠിക്കണ്ട, കിതാബ് ഓതി പഠിക്കണ്ട, ഓതി പഠിച്ചാതെ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് വേണ്ടോ എന്നിങ്ങോട്ട് പറഞ്ഞു. പലപ്പോഴും ഈ പിഴച്ച ത്വരീഖത്തുകാർ തദ്രീസിനെയും ദർസിനെയും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒഴുക്കി അത് ഇൽമു കിട്ടാനുള്ള വഴിയല്ല എന്ന് പറയും. ഇമാം ഗസാലി തങ്ങളുടെ ഇഹ്യാഉൽ ഉലൂമിയയിൽ